ഒരു കണ്ണൂരിൽ നിന്ന് വന്ന ഒരു 47 ഓൾഡ് ലേഡിയാണ് പേഷ്യന്റ്. അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു 7-8 ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന ആളായിരുന്നു. തുടക്കത്തിലൊക്കെ അവർ വീട്ടുകാരെ പോലും അറിയിക്കാതെ ചെറിയ രീതിയിൽ ചൂട് പിടിക്കലോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അതിന് താൽക്കാലികമായിട്ടൊരു ശമനം വരുത്തി അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. ഒരു 6 മന്ത് ബാക്ക് അവരുടെ സിംറ്റംസ് വല്ലാണ്ട് അഗ്രവേറ്റ് ആയി. ബാക്ക് പെയിൻ സിവിയർ ആയി. കാലിലേക്ക് ഷോക്ക് അടിക്കുന്ന പോലത്തെ ഫീല്, കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. കിച്ചണിലൊക്കെ ഒരു ഹാഫ് നിൽക്കുമ്പോഴത്തേക്കും കാല് കുഴയുന്ന പോലത്തെ ഒരു ഫീല് വരും. ഈ ഒരു സാഹചര്യത്തിലാണ് വീട്ടുകാർ പോലും അവരുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതും അതിന് ഉള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയത്. ഇത് വന്നതോട് കൂടിയിട്ട് വീട്ടുകാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ ഇതിങ്ങനെ സർജറി വേണ്ടി വരും, ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു സജഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അതോടെ ഈ പേഷ്യന്റ് കുറച്ചൊന്ന് പാനിക്കായി. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പേഷ്യന്റ് വെൽഫെയറിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ എക്സാമിൻ ചെയ്ത് അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ MRI ഒക്കെ എടുത്ത സമയത്ത് ആളുടെ ഡിസ്ക് ബൾജ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ബൾജ് ചെയ്തിട്ട് നെർവ് കംപ്രസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അതായത് സയാറ്റിക്ക അല്ലെങ്കിൽ ലംബാർ റാഡിക്കുലോപ്പതി എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനാണ് ആൾക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ സർജറി ആവശ്യമില്ല, നമുക്ക് സർജറി ഇല്ലാണ്ട് തന്നെ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണിത് എന്നുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് അവരിപ്പോൾ തിരിച്ചുപോയി. വളരെ ഹാപ്പി ആയിട്ട് സിംറ്റംസ് ഒക്കെ വളരെയധികം റിഡ്യൂസ് ആയി. ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം നമുക്ക് 99% കേസുകളിലും സർജറി ഇല്ലാതെ തന്നെ ഈ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ കേസുകളിൽ മാത്രമാണ് സർജറി ആവശ്യമായിട്ട് വരുന്നത്. നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒരുപാട് അവൈലബിൾ ആണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിന്.